മധ്യപ്രദേശിൽ വിമാനത്താവളത്തിന്റെ ചുറ്റുമുതൽ മഴയിൽ തകർന്നു. റേവ വിമാനത്താവളത്തിൽ 500 കോടി ചെലവഴിച്ച് നിർമ്മിച്ച മതിലാണ് തകർന്നത്. നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കകമാണ് മതിൽ തകർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിലെ ഒരു പാലം തകർന്നത്. അതിനു മുമ്പ് തന്നെ ഈ മോദി തന്നെ ഉദ്ഘാടനം ചെയ്ത നിരവധി റോഡുകൾ തകർന്നതടക്കം കണ്ടതാണ്. എന്താണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഒരു രീതി അതിൽ അറിയാൻ കഴിയുന്നുണ്ട്? 500 കോടിയാണ് ഈ മതിലിന് വേണ്ടി ചെലവഴിച്ചത്, അല്ലേ? സിജു, 500 കോടി ചെലവഴിച്ച് നിർമ്മിച്ച മധ്യപ്രദേശിലെ റേവയിലെ വിമാനത്താവളത്തിലെ മതിലാണ് ആദ്യ മഴയിൽ തന്നെ തകർന്നു വീണിട്ടുള്ളത്. ഈ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കകമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മതിൽ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നിർമ്മാണത്തിൽ പ്രളയത്തെ പ്രതിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. ഈ കനത്ത മഴ ശനിയാഴ്ച ഉണ്ടാവുകയും ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയുമായിരുന്നു. അതേസമയം തന്നെ ഇത് ആദ്യമായിട്ടല്ല വിമാനത്താവളത്തിന്റെ മതിൽ തകരുന്നത്. വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മതിൽ തകർന്നിരുന്നു. ഈ വിന്ധ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. വെർച്വലായി വാരണാസിയിൽ നിന്നാണ് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 18 മാസം കൊണ്ട് ഒരു 323 ഏക്കറിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഏകദേശം 5 ഗ്രാമങ്ങളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുകയും കുടിയൊഴിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുകയും മാസങ്ങൾക്കകം തന്നെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലേക്കും പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലടക്കം പാലം തകരുകയും നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളൊക്കെയും മുന്നിലുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ അഴിമതിയും അതോടൊപ്പം തന്നെ ഈ പണികൾ പൂർത്തിയാക്കുന്നതിൽ ചില പിഴവുകളൊക്കെയും ഉണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് നിലവിൽ ശക്തമാവുന്നത്. സിജു.